എടാ, നീ നോക്കൂ, ഒരു കേസ് ഉണ്ടായിരുന്നു. ഇത് അവർക്ക് സ്റ്റെപ്ലാബിലായിട്ട് ഫീവർ ഉണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷനും ഡയറിയും ജനറലി ഒരു വീക്ക്നെസ് ഉണ്ട്. ഇത് ടൈഫോയിഡിന്റെ സിംറ്റംസ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സിംറ്റംസ് നോക്കുമ്പോൾ ടൈഫോയിഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈഫോയിഡ് ഓർ എൻജറിക് ഫീവർ. ടൈഫോയിഡ് ഓർ എൻജറിക് ഫീവർ എന്ന് പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധിയാണ്. സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ഈ ഒരു രോഗം നമ്മളിൽ ഉണ്ടാക്കുന്നത്. സാൽമണല്ല ടൈഫി ഒരു ഫാക്കൽറ്റേറ്റീവ് എയറോബിക് ആയിട്ടുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഇതിന് 3 ആന്റിജൻസ് ആണുള്ളത്: ഒ ആന്റിജൻ, എച്ച് ആന്റിജൻ ആൻഡ് വി ഐ ആന്റിജൻ. വി ഐ ആന്റിജൻ എന്ന സിവിയറിറ്റി ഫാക്ടറിനെയാണ് കാണിക്കുന്നത്. 10⁻² to 10⁵5 മൈക്രോ ഓർഗാനിസംസ് ആണ് ഇതിന്റെ ഇൻഫെക്റ്റീവ് മാസ്. ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും ഫുഡിലൂടെ ഫീവർ ഓറൽ റൂട്ട് വഴിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് പാത്തോഫിസിയോളജി ഡിസ്കസ് ചെയ്യാം. സാൽമണല്ല ടൈഫ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബോഡി പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ പേയേഴ്സ് പാച്ചസിലെ എം സെൽസിൽ പ്രവേശിക്കുന്നു. അതിനെ മാക്രോഫേജസിൽ എൻഗൾഫ് ചെയ്യുന്നു. സാധാരണഗതിയിൽ മാക്രോഫേജസിന്റെ ഉള്ളിൽ ഡിസ്ട്രോയ് ചെയ്യുന്നത് പോവേണ്ടവയാണ്. പക്ഷേ മാക്രോഫേജസിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് അവർ സർവൈവ് ചെയ്യുകയും അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ലിംഫാറ്റിക്സും ബ്ലഡും വഴി മാക്രോഫേജസിൽ നിന്നും ലിവർ, സ്പ്ലീൻ, ബോൺ മാരോ തുടങ്ങിയ അവയവങ്ങളിലോട്ട് അവർ പോകും. അതിനുശേഷം ബ്ലഡ് സ്ട്രീമിലോട്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യുകയും ബാക്ടീരിയമ എന്നൊരു ഫേസിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. ഈ ബാക്ടീരിയമ എന്ന് പറയുന്ന ഫേസിലാണ് നമുക്ക് ടൈഫോയിഡിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സിന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 4 ഫേസസ് ആയിട്ടാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത്. ഫസ്റ്റ് വീക്കില് നമുക്ക് ഫീവർ വരും. ഈ ഫീവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫീവറിന്റെ പേര് സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ ആണ്. ഈ ഫീവർ ഫോളോ ചെയ്യുന്നത്, അതായത് ഡെയിലി നമ്മുടെ ഫീവർ കൂടിക്കൊണ്ടേയിരിക്കും. കൂടിക്കൂടി ഒരു 39 to 40 ഡിഗ്രി സെൽഷ്യസ് പീക്ക് ടെമ്പറേച്ചർ വരെയാണ് നമ്മുടെ ഫീവർ എത്തി നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് മലൈസ്, ഒരു വീക്ക്നെസ് ഉണ്ടാകും, ഹെഡേക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിനും കാണും. പിന്നെ ഇവിടെ നമുക്ക് ഡയറി ഉണ്ടാകും, കോൺസ്റ്റിപ്പേഷനും കാണാൻ പറ്റുന്നതാണ്. ഈ ഡയറിക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. പീ സൂപ്പ് ഡയറിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് വീക്കില് പനി സസ്റ്റെയിൻ ചെയ്യുന്നു, അത് ഫീവർ സസ്റ്റെയിൻ ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്ക് നെഞ്ചിന്റെ മിടിപ്പ് കുറയും, ദാറ്റ് ഈസ് റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ തന്നെ റോസ്പോട്സ് എന്നാൽ ഒരു ഫെയിന്റ് ആയിട്ടുള്ള പിങ്ക് കളറുടെ മാക്യൂൾസ് ആണ്. അത് നമ്മുടെ ട്രങ്കിൽ, അതായത് ചെസ്റ്റ് ഏരിയയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ആഴ്ച ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ പേയേഴ്സ് പാച്ചസിലെ എംസെൽസിലാണ് സാൽമണല്ല ടൈഫി കയറുന്നത്. ഈ പേയേഴ്സ് പാച്ചസിൽ നെക്രോസിസ് വന്നത് അത് ഹെമറേജിൽ റിസൾട്ട് ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയൽ പെർഫറേഷൻ കാണും. ഈ ഒരു അവസ്ഥയിൽ രോഗിയെ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് നോട്ട് കിടക്കാം, അതായത് ഷോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻസിലായിരിക്കും അത് എത്തി നിൽക്കുന്നത്. 4ാമത്തെ ആഴ്ച ഒരു ട്രീറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഈ നമ്മുടെ ഗ്രാജുവൽ റെസൊല്യൂഷൻ പതിയെ നമ്മുടെ അസുഖത്തിന്റെ ആ ഒരു സിവിയറിറ്റി കുറഞ്ഞു വരും. നമുക്ക് ഡയഗ്നോസിസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഡയഗ്നോസിസ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ ബ്ലഡ് കൾച്ചർ ആണ് ചെയ്യുന്നത്. ബ്ലഡ് കൾച്ചർ ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തഡ് ഓഫ് ഡയഗ്നോസിസ്. സെക്കൻഡ് വീക്ക് മുതലാണ് നമ്മുടെ വൈഡാൽ ടെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് വൈഡാൽ ടെസ്റ്റ്? വൈഡാൽ ടെസ്റ്റ് എന്നാൽ ഒരു സിറോളജിക്കൽ ടെസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒ ആന്റിജനും എച്ച് ആന്റിജനും ഉണ്ടെന്ന്. അതിനെതിരായിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് വൈഡാൽ ടെസ്റ്റ്. ഈ സെക്കൻഡ് വീക്ക് മുതലേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ 3rd and 4th വീക്ക് നമുക്ക് ഈ യൂറിൻ കൾച്ചറും അതുപോലെ തന്നെ സ്റ്റൂൾ കൾച്ചറും വഴി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് ആയിട്ട് ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറോക്കിനോളജിസ് ആണ്. അഥവാ ഈ ഡ്രഗിന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അതായത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെഫ്ട്രയാക്സോണോ അസ്ട്രോമൈസിനോട്ടോ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. കമ്മിങ് ടു പ്രിവെൻഷൻ, നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. ഓറൽ ടൈഫി 21 ഒരു ഓറലി കൊടുക്കുന്ന വാക്സിൻ ആണ്. പിന്നെ ഉള്ളത് 2 ഇൻജെക്ടബിൾ വാക്സിൻസ് ആയ VI പോളിസാക്കറൈഡ് വാക്സിൻ, ടൈഫോയിഡ് കോൺജുഗേറ്റഡ് വാക്സിൻ. ഇനി എന്തിനുപരിയായിട്ട് സാനിറ്റേഷൻ ഇസ് ദ ഇമ്പോർട്ടന്റ് തിങ്. നമുക്ക് സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം ബോയിൽ ചെയ്ത് കുടിക്കുക, റോൾ മെത്തേഡ്, അതായത് 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ബോയിൽ ചെയ്ത് 10 to 20 മിനിറ്റ്സ് എങ്കിലും ബോയിൽ ചെയ്ത് വേണം വെള്ളം ഉപയോഗിക്കാൻ. നമുക്ക് ക്ലോറിനേഷൻ ചെയ്യും. മോർ ദാൻ 0.5 ppm ലെവലിൽ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് നമ്മൾ വെൽ പ്രിപ്പയർഡ്, അതായത് അണ്ടർ കുക്ക്ഡ് ഫുഡ് ആയിരിക്കണം, വെൽ കുക്ക്ഡ് ഫുഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കവർ ചെയ്ത് വേണം വെക്കാൻ, തുറന്ന് വെക്കേണ്ടത്. അതുകൊണ്ട് ഫ്ലൈസ് ഒക്കെ വന്ന് അതിൽ വന്ന് ലാൻഡ് ചെയ്ത് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൂള്, യൂറിൻ, വോമിറ്റേഴ്സ് ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി 5% Cresol into 2 hour കോണ്ടാക്ട് ടൈം കൊടുത്താൽ അത് ഡിസിൻഫെക്റ്റ് ആണ്. സോ ജസ്റ്റ് റിമെമ്പർ ദിസ് mantra.
Prevention is always better than cure from time on.